ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഹലോ മോളെ. ജഗനങ്കിളെ, എങ്ങനെങ്കിലും അച്ഛന്റെ ഓട്ടോ വാങ്ങിച്ചു കൊടുക്കണം ജഗനങ്കിളെ. എന്റെ പൊന്നമ്മേ, ഇവന്റെ പച്ചക്കറി കടയിൽ കംപ്ലീറ്റ് വിഷമുള്ളതാ. ഒരു സാധനം പോലും വാങ്ങരുത്. ചുമ്മാ ഓടാറുത്. പ്രകാശേട്ടാ, എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? നമുക്കേ വേറെ നല്ല കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങാം. എവിടെ പോയി വാങ്ങിയത് നീ? വിളിച്ചോണ്ട് പോടാ ഭ്രാന്ത. അയ്യോ, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാം. അമ്മ എടുക്കുന്നില്ലല്ലോ. അച്ഛനെ വിളിച്ചു നോക്കാം. മധുവേട്ട, ചായ. ചന്ദ്രു, നിന്റെ ഫോണിൽ ആരോ വിളിച്ചിരുന്നു. അയ്യോ, വന്ദനേ. ഞാൻ വിളിച്ചപ്പോ അവള് കണ്ടു കാണില്ല. തിരിച്ചു വിളിച്ചതായിരിക്കും. അച്ഛച്ച, ദേ വന്ദനമ്മ വിളിക്കുന്നു. വന്ദനമ്മേ. ദേമോളെ, സുഖാണോ? സുഖാണോ വന്ദനമ്മേ? വന്ദനമ്മയ്ക്ക് സുഖാണോ? ആണ് മോളെ. മോളെ, ഫോണൊന്ന് അച്ഛന്റെ കൈ കൊടുക്കോ? കൊടുക്കാലോ വന്ദനമ്മേ. അച്ഛച്ച, ദേ വന്ദനമ്മയ്ക്ക് സംസാരിക്കണോന്ന്. ഇങ്ങോട്ടാ. മോളെ. അച്ഛാ, അമ്മ വിളിച്ചിരുന്നു. തിരിച്ചു വിളിച്ചിട്ട് അമ്മ എടുത്തൂല. എന്തേ അച്ഛാ, എന്തേലും പ്രശ്നമുണ്ടോ? അത് മോളെ, അമ്മ എൻ്റെ അടുത്തുണ്ട്. ഞാൻ അമ്മയ്ക്ക് തന്നെ കൊടുക്കാം. മോളെ. പറയമ്മേ, എന്തിനാ വിളിച്ചത്? മോളെ, ആ ഓട്ടോ തിരിച്ചെടുക്കാനുള്ള പണം ഇതുവരെ റെഡി ആയിട്ടില്ല. വേറെ ആളിന്റെ ഓട്ടോ അല്ലേ മോളെ? അത് തിരികെ എടുത്തേ പറ്റുള്ളൂ അമ്മേ. എത്രയും പെട്ടെന്ന് പണടച്ചത് തിരികെ എടുത്തില്ലെങ്കിൽ അവര് ചിലപ്പോ ആ ഓട്ടോ നശിപ്പിച്ചു കളയും. അറിയാം മോളെ, ദുഷ്ടന്മാരാ. വേണമെങ്കിൽ അത് പൊളിച്ച് ആക്രി കടയിൽ വിറ്റും കളയും. അമ്മേ, ഇപ്പോ അച്ഛനെ സഹായിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ആ ഓട്ടോ നഷ്ടപ്പെട്ട അച്ഛന് ഒത്തിരി സങ്കടമാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. അറിയാം മോളെ, സാരമില്ല. മോളെ വിഷമിക്കണ്ട. ദൈവം ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങൾ നടക്കും. അമ്മ മോളെ ഒന്ന് അറിയിച്ചേ ഉള്ളൂ. മോള് ഫോൺ വെച്ചു. അച്ഛമ്മ ഇന്ന് താ. മോളെ, ഞാൻ മോൾക്ക് ഫോൺ കൊടുക്കാം. വന്ദനമ്മേ, ജഗനങ്ങളില്ലേ അവിടെ? ഉണ്ട് മോളെ. ജഗനങ്ങളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കോ വന്ദനമ്മേ? കൊടുക്കാം.
ദേ മോളെ, ജഗനങ്ങളെ എങ്ങനെങ്കിലും അച്ഛന്റെ ഓട്ടോ വാങ്ങിച്ചു കൊടുക്കണം ജഗനങ്ങളെ. പാവു അച്ഛൻ. മോളെ അത് അങ്കിള് പ്ലീസ് അങ്കിൾ. അങ്കിള് വിചാരിച്ചല്ലേ നടക്കൂ. പ്ലീസ്. പ്ലീസ് ജയൻ അങ്കിൾ. മോളെ, ആ കരയാതെ മോളെ. മോളെ എങ്ങനെങ്കിലും അച്ഛന്റെ ഓട്ടോ വാങ്ങിച്ചു കൊടുക്കണം ജഗനങ്ങളെ. അങ്കിള് വിചാരിച്ചല്ലേ നടക്കൂ. പ്ലീസ്. ഇന്നെങ്കിലും ഏട്ടനോട് കാര്യങ്ങളൊക്കെ പറയണം. ഒരച്ഛനാവാൻ പോകുന്നു കേൾക്കുമ്പോ ഏട്ടന് വലിയ സന്തോഷാവും. ആള് പിന്നെ ഈ ലോകത്തൊന്നും ആയിരിക്കില്ല. ഇതിപ്പോ എങ്ങനെ ഒന്ന് അവതരിപ്പിക്കുക? വിക്രമേട്ട, ഇനി നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ ഇടയിലേക്ക് ഇനി ഒരു അതിഥി കൂടി വരാൻ പോവാ. ഒരു കുഞ്ഞതിഥി, ഒരു മോൻ അല്ലെങ്കിൽ മോള്. ഇത് വേണ്ട. ഇതൊരുമാതിരി പഴഞ്ചൻ സ്റ്റൈലാ. കുറച്ചുകൂടി സീൻ കളറാക്കണം. ഏട്ടാ, എനിക്കൊരു മസാല ദോശ. അയ്യേ വേണ്ട. വിക്രമേട്ടാ, ഞാൻ